നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരിമ്പനാൽ തറവാടിന്റെ ഈ ദുരന്തം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലും മലയോര മേഖലയിലുമൊക്കെ സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സ്വന്തം സഹോദരനെയും മാതൃ സഹോദരനെയും ജോർജ് കുര്യൻ വെടിവെച്ച് വീഴ്ത്തിയത്. സഹോദരനെ കൊലപ്പെടുത്തിയ ജോർജ് കുര്യൻ രക്ഷപ്പെടാൻ പഠിച്ച പടി 18 പയറ്റി. കോടതിയിൽ നടന്നത് സമാനതകളില്ലാത്ത വാദപ്രതിവാദങ്ങൾ. പോലീസിനെ വിലക്കെടുക്കാൻ തുടക്കം മുതൽ ശ്രമം. ജോർജ് കുര്യന് വേണ്ടി ബന്ധുക്കളൊക്കെ കളത്തിലിറങ്ങി. ഇളയ മകനോ മരിച്ചു, മൂത്തവൻ ജയിലിൽ പോയാൽ ഒരമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ കണ്ടത്. മാതാപിതാക്കൾ തൊട്ടടുത്ത മുറിയിൽ കിടക്കുമ്പോഴാണ് മൂത്ത മകൻ ജോർജ് കുര്യൻ ഇളയവൻ രഞ്ജുവിനെ വെടിവെച്ച് വീഴ്ത്തിയത്. വെടിയൊച്ച കേട്ട് മാതാപിതാക്കൾ ഓടി വന്നു. ആ വന്ധ്യവയോധികർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവർ ഭയന്ന് നിലവിളിച്ച് അകത്തെ മുറിയിലേക്ക് ഓടിപ്പോയി. കയ്യിൽ തോക്കുമായി ചോരയിൽ പുരണ്ടു നിൽക്കുന്ന ജോർജ് കുര്യനെ നേരിൽ കണ്ടിരുന്നു അമ്മ. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ആ അമ്മ മൊഴി മാറ്റി. മൂത്ത മകൻ വെടിവെച്ചിട്ടേ ഇല്ല എന്നതായിരുന്നു അമ്മയുടെ മൊഴി. ഇളയവനോ മരിച്ചു, ഇനി മൂത്തവൻ കൂടി ജയിലിലായാൽ ഒരമ്മയുടെ ധർമ്മസങ്കടം. വിചാരണയ്ക്കിടയിൽ പിതാവ് മരിച്ചുപോയി. ജോർജ് കുര്യൻ എങ്ങനെ ഇത്ര വലിയ കൊലപാതകയായി? അതാണ് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുഖ്യ ചോദ്യം. എറണാകുളത്ത് ജോർജ് കുര്യനെ അറിയാവുന്നവരൊക്കെ പറയുന്നു ഒരു പാവത്താനായിരുന്നു, ബിസിനസ് കാര്യങ്ങളിലൊക്കെ കൃത്യതയുള്ളവൻ. പക്ഷേ അയാളെ ഒരുപാട് പേർ പറ്റിച്ചു കൊണ്ടുപോയി. തുടക്കം മുതൽ ബിസിനസ്സിൽ പാളിച്ചകൾ മാത്രമായിരുന്നു ജോർജ് കുര്യൻ നേരിട്ടത്. വലിയ പ്രതാപമുള്ള കുടുംബത്തിൽ നിന്ന് കൊച്ചിയിലെത്തി ബിസിനസ് ലോകത്തും ഉയരാമെന്നാണ് ജോർജ് കുര്യൻ കണക്കുകൂട്ടിയത്. പല ബിസിനസ്സുകൾ ചെയ്തു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. ഒടുവിൽ ഫ്ളാറ്റ് നിർമ്മാണവും വില്ല നിർമ്മാണത്തിനും ഇറങ്ങി. അതുകൂടി തകർന്ന് തരിപ്പണമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ കുഴങ്ങി. കോവിഡ് കാലത്താണ് റിയൽ എസ്റ്റേറ്റിൽ കൈവച്ച് നോക്കിയത്. അതുകൂടി പൊള്ളിയതോടെ കോടികളുടെ ബാധ്യത തീർക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ജോർജ് കുര്യന് മുന്നിലുള്ളൂ. നേരെ നാട്ടിലെത്തി പിതാവിനോട് തന്റെ ധർമ്മസങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. പേരപ്പന്മാരെ കണ്ട് തന്റെ അവസ്ഥ കൃത്യമായി വിശദീകരിച്ചു. ഒരുപാട് കടം കയറി, ആത്മഹത്യ മാത്രമാണ് തനിക്ക് മുന്നിലുള്ളത്, സഹായിക്കണം എന്ന് പിതാവിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ 2.5 ഏക്കർ ജോർജ് കുര്യൻ അദ്ദേഹം എഴുതി നൽകി. പച്ചക്കാനത്ത് മൂട്ടിയിലും എരുമേലിയിലുമൊക്കെ തോട്ടങ്ങളുണ്ട്, വലിയ പണമുണ്ട്, പ്രതാപമുണ്ട്, വലിയ തറവാടാണ്. കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയത്തെ കരിമ്പനാൽ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ വലിയ പതിപ്പാണ്. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ഭദ്രം. എന്നാൽ ആ കുടുംബത്തിനുള്ളിൽ അസ്വസ്ഥതകൾ ശക്തമായിരുന്നു. അനിയനുമായി തുടക്കം മുതൽ ജോർജ് കുര്യൻ തർക്കങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ടു. ചേട്ടൻ ഒരു താന്തോന്നിയാണ്, കൊച്ചിയിൽ പോയി ബിസിനസ്സൊക്കെ ചെയ്ത് പണമൊക്കെ കളയുന്നവൻ എന്ന ചിന്തയായിരുന്നു അനിയന്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യനെ സഹായിക്കാൻ അയാൾ ആദ്യം മുതൽ വിസമ്മതം പ്രകടിപ്പിച്ചു. പിതാവ് ജോർജ് കുര്യന്റെ പേരിൽ വസ്തു എഴുതിക്കൊടുത്തതും അനിയനെ അസ്വസ്ഥപ്പെടുത്തി. എഴുതിക്കൊടുത്ത ഭൂമിയിൽ താൻ കയറില്ല എന്ന് പിടിവാശിയിലായിരുന്നു അനിയൻ രഞ്ജു. പിന്നീട് ഇരുവരും തമ്മിൽ തർക്കം മൂത്തു. തറവാട് വീടിന് ചുറ്റും ഒരു കോളനി അനുവദിക്കില്ല എന്ന് രഞ്ജു കുര്യൻ തീർത്തു പറഞ്ഞു. കരിമ്പനാൽ തറവാട് പ്രതാപമുള്ള തറവാടാണ്, അതിനു ചുറ്റും ഒരു കോളനി വേണ്ട എന്ന നിലപാടായിരുന്നു അനുജന്. എന്നാൽ തനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്നും ഇത്തരമൊരു പദ്ധതി നടപ്പായില്ല എങ്കിൽ തനിക്ക് ആത്മഹത്യ മാത്രമാണ് മുന്നിലെന്നും ചേട്ടൻ കരഞ്ഞു പറഞ്ഞു. എല്ലാം കൈവിടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അനിയൻ രഞ്ജു കുര്യനെ ചേട്ടൻ വധിച്ചത് എന്ന് കുടുംബത്തിലുള്ളവർ വിശദീകരിക്കുന്നു. എന്തായാലും ആസൂത്രിത കൊലപാതകമെന്നാണ് ഇപ്പോൾ കോടതി വിധിയെഴുതിയിരിക്കുന്നത്. കേസിൽ നിർണായക സാക്ഷിയായിരുന്ന അമ്മ കൂറുമാറി. കോടതിയിൽ ശക്തമായ മൊഴിയാണ് ജ്യേഷ്ഠന് വേണ്ടി അമ്മ നൽകിയത്. ബന്ധുക്കളും സഹോദരിമാരുമൊക്കെ ജോർജ് കുര്യൻ അനുകൂലമായ മൊഴി നൽകി. അനിയൻ മരിച്ച സ്ഥിതിക്ക് ഇനി ജോർജ് കുര്യനെങ്കിലും ജയിലിൽ പോകാതിരിക്കട്ടെ എന്ന നിലപാടായിരുന്നു അവർക്ക്. എന്നാൽ മറുവശത്ത് മാതൃ സഹോദരന്റെ മക്കൾ അവർ ഈ കേസിൽ കട്ടയ്ക്ക് നിന്നു. ജോർജ് കുര്യൻ രാമൻപിള്ളയെപ്പോലുള്ള പ്രഗത്ഭ അഭിഭാഷകന്മാരെ അണിനിരത്തിയാണ് കേസ് വാദിച്ചത്. മറുവശത്ത് പണമൊഴുക്കാൻ പൊട്ടംകുളം മാത്യൂസ് കറിയുടെ മക്കൾ അണിനിരന്നു. അവരും പ്രഗത്ഭ വക്കീലന്മാരെ ഏർപ്പെടുത്തി അതിശക്തമായി കേസിന് പിന്നാലെ പാഞ്ഞു. കോടതി മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർ ശക്തമായി പറഞ്ഞിരുന്നു, ജോർജ് കുര്യനെ തങ്ങൾ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കും, അവനെ പുറം ലോകം കാണിക്കില്ല. ഇത് പൊട്ടംകുളത്തിന്റെ വാശിയാണ്. എന്തായാലും ഒരു വശത്ത് പൊട്ടംകുളത്തുകാരും മറുവശത്ത് കരിമ്പനാൽക്കാരും. നഷ്ടം കൂടുതൽ കരിമ്പനാൽക്കാർക്ക് തന്നെയാണ്. കരിമ്പനാലെ ഇളയവൻ രഞ്ജു കുര്യൻ മരിച്ചു. വീട്ടുകാരൊക്കെ കൂറുമാറിയപ്പോൾ ശ്രദ്ധേയമായത് ചില സാക്ഷിമൊഴികളാണ്. അതിൽ രഞ്ജു കുര്യന്റെ ഡ്രൈവർ മഹേഷിന്റെ സാക്ഷിമൊഴിയായിരുന്നു ഏറ്റവും ശക്തം. ഈ കേസിൽ 4ാം സാക്ഷിയായിരുന്നു രഞ്ജു കുര്യന്റെ ഡ്രൈവർ മഹേഷ്. മറ്റ് 2 ജോലിക്കാരും ശക്തമായ സാക്ഷിമൊഴി നൽകി.
ഇത് രണ്ടും കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പ്രോസിക്യൂഷനും കോടതിക്കും സഹായമായി. ഇപ്പോഴിതാ പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ചില തെളിവുകളാണ് ഈ കേസ് ഇത്രമേൽ ശക്തമാകാനുള്ള കാരണമെന്ന്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർ സ്വയം സൃഷ്ടിക്കുന്ന തെളിവുകളെയാണ് നിയമലോകം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രതി ജോർജ് കുര്യൻ കരിമ്പനാൽ വീട്ടിലേക്ക് കടന്നു വരുന്നതിനിടെ വാഹനം കയറ്റം കയറാതെ നിന്നുപോയി. വാഹനം തള്ളി നീക്കുന്നതിനു വേണ്ടി സമീപവാസിയായ മനു എന്നയാളെ ജോർജ് കുര്യൻ ഫോണിൽ വിളിച്ചു വരുത്തി. വൈകിട്ട് 4:49 ജോർജ് കുര്യൻ മനുവിനെ വിളിച്ചത്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്കെത്തി സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചു കൊന്ന ജോർജ് കുര്യൻ പുറത്തേക്കിറങ്ങി മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു. കരിമ്പനാൽ വീട്ടിലെ ഡ്രൈവർ മഹേഷ് അടക്കം പേടിച്ചോടുന്ന ദൃശ്യമായിരുന്നു ഈ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രം. ഈ ചിത്രം പകർത്തിയത് 4:51. സാമ്പത്തിക തർക്കമുണ്ടാവുകയും ഒരു പ്രകോപനത്തിനിടെ വെടിവെക്കുകയും ചെയ്തതല്ല എന്നും വീട്ടിൽ വന്നയുടനെ വെടിവെക്കുകയായിരുന്നുവെന്നും കോടതിക്ക് ബോധ്യമായത് ഈ 2 സമയങ്ങൾ ക്രമപ്പെടുത്തിയാണ്. വീട്ടിലെ ഡ്രൈവർമാരായ മുരളിയും മഹേഷും വെടിയൊച്ച കേട്ട് പേടിച്ചോടുമ്പോൾ ഇവരുടെ പേര് വിളിച്ച് നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പ്രതി ഉറക്കെ പറഞ്ഞിരുന്നു. ഇക്കാര്യം മഹേഷും മുരളിയും കോടതിയിൽ വ്യക്തമാക്കി. ഈ 2 പേരുടെയും ഫോൺ നമ്പറുകൾ ജോർജ് കുര്യന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഇവരെ അറിയില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായി ഖണ്ഡിച്ചത് ഈ മൊബൈൽ ഫോണിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ജോർജ് കുര്യൻ തന്റെ സുഹൃത്തുക്കൾക്ക് തലേന്ന് രാത്രി അയച്ച സന്ദേശം അത് വ്യക്തമാക്കുന്നത് ഒരു കൊലപാതക സൂചന തന്നെ. ആരും ഇങ്ങോട്ട് വരേണ്ട, എല്ലാം നിയന്ത്രണത്തിൽ നിന്ന് പോയി, ഞാൻ തന്നെ എല്ലാം നോക്കിക്കൊള്ളാം, ഇതായിരുന്നു ജോർജ് കുര്യന്റെ സന്ദേശങ്ങൾ. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് ജോർജ് കുര്യൻ നടത്തിയത് എന്ന് കോടതിയെ കൃത്യമായി പ്രോസിക്യൂഷന് ധരിപ്പിക്കാൻ ഈ തെളിവുകൾ കൊണ്ട് കഴിഞ്ഞു. സാഹചര്യ തെളിവുകൾ ഒരു വശത്ത്, മറുവശത്ത് ശക്തമായ സാക്ഷിമൊഴികൾ. അമ്മയും സഹോദരിമാരും ബന്ധുക്കളുമൊക്കെ കൂറുമാറിയിട്ടും വീട്ടുജോലിക്കാർ അവർ കട്ടയ്ക്ക് നിന്നു. രഞ്ജുവിനെ ജോർജ് കുര്യൻ വെടിവെച്ച് കൊന്നു എന്നവർ കോടതിയിൽ ശക്തമായി പറഞ്ഞു. മാത്യൂസ് കറിയ എന്ന മാതൃസഹോദരന്റെ 4 പെൺമക്കളും വിചാരണ ആരംഭിച്ച ദിവസം മുതൽ കോടതിയിൽ എല്ലാ സമയത്തും എത്തും. ശക്തമായി ജോർജ് കുര്യനെതിരായ വാദമുഖങ്ങളിൽ അവർ ഉറച്ചു നിന്നു. വിചാരണയ്ക്കിടെ ഒരിക്കൽ അവരുമായി പ്രതി ജോർജ് കുര്യൻ പരസ്യമായി വഴക്കുണ്ടാക്കി. നിങ്ങളുടെ അപ്പനെ എങ്ങനെയാണ് ഞാൻ കൊന്നതെന്നറിഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കരയുമെന്നായിരുന്നു അപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞത്. കൊല നടന്ന ദിവസം എന്തു സംഭവിച്ചു എന്ന കോടതിയുടെ ചോദ്യത്തിന് ജോർജ് കുര്യൻ പറഞ്ഞ ഉത്തരം, ഞാനും സഹോദരൻ രഞ്ജു കുര്യനും മാതൃസഹോദരൻ മാത്യൂസ് കറിയയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കാറിൽ ഒരു 4 പേരെത്തി. അവർ വാതിൽ തള്ളി തുറന്നകത്ത് കടന്നു. അതിൽ കറുത്ത നിറത്തിലുള്ള ഒരാൾ 3 പേർക്ക് നേരെ വെടിയുതിർത്തു. 3 പേരും നിലത്ത് വീണു. മറ്റുള്ള 2 പേർക്കും വെടിയേറ്റെന്നും എനിക്ക് വെടിയേറ്റില്ല എന്നും പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. വന്നവർ ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ മൊഴി വസ്തുതകളുമായി പൊരുത്തപ്പെടില്ല എന്ന് കോടതി കണ്ടെത്തി. ആ കണ്ടെത്തലിന് പിന്നിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ശക്തമായ തെളിവുകൾ തന്നെ. അനുജനെയും അമ്മാവിനെയും വെടിവെച്ചു കൊന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി കോടതി വിധിച്ചത് 36 വർഷവും 3 മാസം തടവും 20 ലക്ഷം രൂപ പിഴ. അതിനു പുറമെ ആദ്യ ജീവപര്യന്തം അനുഭവിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ജീവപര്യന്തം ആരംഭിക്കൂ. ഫലത്തിൽ 22 വർഷം തടവിന് ശേഷം മാത്രമേ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യത പോലുമുള്ളൂ. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നൽകണമെന്ന് കോടതി വിധി. കേസിൽ 76 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 278 പ്രമാണങ്ങൾ, 75 തൊണ്ടിമുതലുകൾ. വിസ്താരത്തിനിടെ പ്രതിയുടെ അമ്മയും സഹോദരിയും ബന്ധുക്കളുമടക്കം 10 സാക്ഷികളാണ് കൂറുമാറിയത്. കാഞ്ഞിരപ്പള്ളിയിലെ പ്രമാണിത്തറവാടുകളിൽ ഇത്തരം പല ദുരന്തങ്ങളും ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ജ്യേഷ്ഠൻ അനുജനെയും അമ്മാവിനെയും വെടിവെച്ചു കൊന്ന കരിമ്പനാൽ തറവാടിന്റെ ദുർഗതി അത് മറ്റൊരിടത്തും അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവിയുള്ള ഒരു സംഭവമല്ല. വലിയ വലിയ തറവാടുകളിൽ അനുജനും ജ്യേഷ്ഠന്മാരും തമ്മിൽ മിക്കവാറും സ്വത്ത് തർക്കങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.